സർക്കാരിനെതിരെ UDF-മായി ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുമെന്ന് PV അൻവർ MLA. നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനു മുന്നോടിയായി UDF നേതാക്കളെ കാണുമെന്നും PV അൻവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും PV അൻവർ MLA വ്യക്തമാക്കി. അത് UDF-നോട് ഞാൻ പറയാനുള്ള കാര്യങ്ങളും ഞാൻ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളും അത് നമ്മൾ വിസ്തരിക്കുന്നുണ്ട്. അതിനുശേഷം അവരുമായി കൂടിയാൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രവർത്തകനായിട്ട് പോലും നിൽക്കാൻ തയ്യാറാണ്. UDF ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനം. ഞാൻ അങ്ങോട്ടേക്കാണോ തോണി തിരുനക്കരക്കാണോ അതോ തോണി മറിയോന്ന് നോക്കിയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ആ ആളുകളൊക്കെ ഒരു വഞ്ചിയിൽ കയറണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സംവിധാനത്തിന് UDF നേതൃത്വം അതിന് ഒരു കവചം, ഒരു സംരക്ഷണ കവചം ഒരുക്കേണ്ടതുണ്ട്. ആ സംരക്ഷണ കവചം UDF ഒരുക്കിയാൽ ഞാൻ ഈ പറയുന്ന മലയോര മേഖലയിലെ ഈ 100 ജില്ലയിലും ഈ കർഷക സംഘടനകൾ, ഈ പറയുന്ന ദളിത് സംഘടനകൾ, ഈ SC വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ, ഇവരെയൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ പറ്റും. CPM-ലെ വലിയ വിഭാഗം പ്രവർത്തകർ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ശ്വാസം മുട്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ. കാരണം ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടില്ല. അപ്പൊ ആ സാഹചര്യം പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം UDF ലീഡർഷിപ്പിനുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് അവരാണ് ആലോചിക്കേണ്ടത്.